ഹലോ ഗായ്സ്, ഇപ്പം നമ്മൾ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ കുറേ ഇല്ലേ വീഡിയോസൊക്കെ എടുത്തിട്ട് നല്ല ഇട്ടിട്ട് വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഈ ക്ലാസ് കാരണം ക്ലാസ്സിന് പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഈ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ഇടാനുള്ളൊരു ടൈം കിട്ടണില്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്യാത്തത്. ഈ വീഡിയോ എടുത്തിട്ട് കുറേ ഇരിക്കണം. എന്നെടുത്ത കഴിഞ്ഞ മാസത്തെ എടുത്തതാണ്, പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ കൊപ്പത്തേക്ക് പോവാണ്. വെറുതെ ഇങ്ങനെ ഒന്ന് ഓല് പുറത്തേക്ക് ഇറങ്ങുകയെന്ന് പറഞ്ഞപ്പോൾ ഞാനും ഉണ്ട് പറഞ്ഞു. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെറുതെ ഇങ്ങനെ ഇറങ്ങി, അത്ര തന്നെ. അപ്പം ഞങ്ങളിപ്പോൾ ഇതാ പട്ടാമ്പി കൂടെ പോവാണ്. പട്ടാമ്പിക്ക് നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മളിപ്പോൾ ഇതാ കൊപ്പത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ കാണാൻ വേണ്ടിയിട്ട് നിർത്തി. അങ്ങനെ ആളോട് സംസാരിച്ച് നിന്നു. അപ്പം നമ്മളിപ്പോൾ ഇതാ സിൻഡിക്കേറ്റ് മാളിലേക്ക് പോവുകയാണ്. ഇവിടെ വന്നാൽ ഞങ്ങൾ അധികം അവിടേക്ക് പോവും. അപ്പം ഞങ്ങൾ സിൻഡിക്കേറ്റ് മാളിലേക്ക് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ നമ്മളെ ഫ്രണ്ടിനെ കണ്ടിട്ട് വരികയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇൻട്രോ എടുക്കാൻ പറ്റിയില്ല, പെട്ടെന്ന് പോകുന്നതുകൊണ്ട്. പിന്നെ നല്ല മഴയായിരുന്നു. പിന്നെ ഇൻട്രോ ഒന്നും എടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. പെട്ടെന്ന് പോവാറുണ്ട്. അപ്പം പെട്ടെന്ന് പോകും. ഗൈസ് അപ്പോൾ ഒന്നും ഇപ്പോൾ അടുത്ത് നിൽക്കില്ല. എന്തായാലും ഇവിടെ ഞാൻ നിർത്തുന്നതാണ്. അപ്പം വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം. നമ്മളെ ക്യാമറൻ്റെ മുന്നിൽ വന്നിട്ട് വർത്തമാനം പറയില്ല ആംബിയറാണ്. അതായത് ബാക്കിൽ നിന്നിട്ട് വർത്തമാനം പറയില്ല ആംബിയറൊക്കെ യാതൊരു കാര്യമല്ലോ. മുന്നിൽ വന്ന് സംസാരിക്കാൻ പറ്റും. നമ്മളറിയാതെ പഠിത്തൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ AFC കയറിക്കുന്ന ഒരു ചിക്കൻ പോപ്കോൺ കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഗൈസ്, എല്ലായിടത്തും നല്ല മഴയൊക്കെയാണ്. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക. നമ്മളവിടെ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മളവിടുത്തെ പട്ടാമ്പി പുഴ നിറഞ്ഞു, പാലൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുക, ഇപ്പോൾ പാലം അടച്ചിട്ട് കാണും. കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് ഓർഡർ ചെയ്തിട്ടുള്ളൂ. ഒറ്റയ്ക്ക് തിന്നാന്നുള്ള വിചാരമാണ്. പക്ഷെ ഞാനങ്ങോട്ട് ഇരുന്നാൽ പിന്നെ അതൊക്കെ ഒറ്റടി കഴിയുന്നുള്ളത് അറിയില്ലേ. അപ്പോൾ ഗൈസ്, ഫുഡ് കഴിച്ചിട്ട് വരാം. ഇക്ക പുതിയൊരു ബ്രാൻഡ് തുടങ്ങുന്നുണ്ട്. എന്താണ് പേരെന്താണ്? എൻ്റെ പേരൊന്നല്ല കേട്ടോ, വേറെ എന്തോ ഒരു പേര് വന്നു. എന്തായിരുന്നു? എൻ്റെ പേരൊന്നല്ല, എന്താണ്? അപ്പോൾ എല്ലാവരും എന്താണ് സംഭവം എന്നറിയില്ല. എല്ലാവരും ഒന്ന് സഹകരിക്കൊണ്ടു. പെട്ടെന്ന് പൊട്ടും, അത് നിൽക്കുന്നതിന് ഉറപ്പാണ്. പേര് കേട്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പായിക്കോളൂ. എന്താണ് എന്താ പേരെന്ന് പറയും. എല്ലാവരും കേൾക്കട്ടെ. എൻ്റെ 150 സബ്സ്ക്രൈബേഴ്സ് കേൾക്കട്ടെ. ചെറിയാരെ മാറിയിരിക്കുന്നു. കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ട്. ക്ലാസ്സിലൊന്നുമില്ല ഗൈസ്, വെറുതെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇപ്പോൾ ഒന്ന് ചെയ്യാനുള്ളത് വിചാരിച്ചിട്ടാണ്. കുറേ ഇതിൻ്റെ ഗൈസിനെ കണ്ടിട്ട് കുറച്ച് സംസാരിച്ചു. എന്താ പറയാ, ഇവിടേക്ക് എന്നും പുറത്തേക്ക് ഇറങ്ങിയാലും ഇവൾക്ക് എങ്ങനെ വെച്ചിട്ടാ ഇവൾക്ക് പെരേര് ഇന്നിപ്പോ എന്തോ കാര്യമായിട്ട് പറയാൻ പറഞ്ഞു. എന്നും ഇവൾക്ക് ഓരോ പൂജയാണ്. നമ്മളിങ്ങനെ ഇറങ്ങണം. എന്താന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അവർക്ക് പോയിട്ട് ഫ്രൈഡ് റൈസും ചിക്കൻ ചില്ലിയും നടത്തണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് നമ്മളെ ഇത് കുറേ മുന്നത്തെ കേട്ടോ.
ആഗ്രഹമൊക്കെ ഞാൻ സഫലീകരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡാണ് മെയിനായിട്ട് വേണ്ടോ. നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത്? ഫുഡ് കഴിക്കാൻ. നമ്മളെന്തിനാണ് മരിക്കുന്നത്? മരിക്കാൻ വേണ്ടി. നമുക്ക് മുകളിലോട്ട് പോയി ഇതെന്തെങ്കിലും കുടിച്ചു കഴിയുമോ? സങ്കടാവുക. എത്ര കുടുംബങ്ങളില്ലേ എല്ലാവരും സേഫല്ലേ? എല്ലാവരും സേഫാണോ അല്ലെന്ന് കമൻറ്റിൽ പറയും. സേഫാണോ അല്ലെന്ന്. ഞങ്ങളിവിടെ സേഫല്ല, നമുക്കിവിടെ കുഴപ്പമൊന്നുമില്ല. അതിന് ആ 170 സബ്സ്ക്രൈബുള്ള ആരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തു? 170 150 കമ്മിയാ. സബ്സ്ക്രൈബേഴ്സിലല്ലേ കാര്യം. എൻ്റെ വീഡിയോ ഇപ്പോൾ നല്ല കണ്ടന്റ് ഉണ്ട്, അത് മനസ്സിലായിരുന്നു. എനിക്ക് കണ്ടന്റ് ഇല്ല. എനിക്ക് കണ്ടന്റ് ഉണ്ട്, പക്ഷേ ഗൈസ് എനിക്ക് ക്ലാസ് റൂമിലൊക്കെ വീഡിയോ എടുക്കാൻ പറ്റും. പക്ഷെ ഞാൻ എടുക്കും ചെയ്യും കേട്ടോ. പക്ഷേ എൻ്റെ ഫോണിൽ പിന്നെ അത് വീട്ടിൽ വന്ന് കണ്ടു നോക്കുമ്പോൾ ഒരു ക്ലിയറും ഇല്ല. പിന്നെ ഞാനത് പോസ്റ്റ് ചെയ്യണില്ല. നമുക്ക് സംസാരിക്കാം. അവിടെ കാണിച്ചാൽ നമ്മളെല്ലാം സമയം വേസ്റ്റ് ആവും. അപ്പോൾ ഗൈസ് ഗൈസ് എനിക്കൊരു കസിനുണ്ട്. ആ കസിൻ്റെ കഥ ഞങ്ങൾക്ക് വഴിയെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവരും ലവ് സ്റ്റോറി പറയാനുണ്ട്. കുറച്ച് കഴിയട്ടെ അല്ലേ? എന്നിട്ട് പറയാല്ലേ ലവ് സ്റ്റോറി നമ്മളെ ഗൈസ് നീക്കട്ടെ കാണും. അപ്പം ഗൈസ് നമ്മളെ മൂവി തുടങ്ങാൻ അതാ ഗൈസ് പോണു. ഞാനും ചെല്ലട്ടെ. അപ്പം ഗൈസ് ഇതാണ് നമ്മളെ സിൻഡിക്കേറ്റ് മാൾ. ഇക്കാൻ്റെ ഫ്രണ്ട്. ഈ ഇക്കാക്ക് എവിടെ പോയാലും ഫ്രണ്ട്സ് ഉണ്ട് കണ്ടോ? രണ്ടാളും എന്താ മാച്ചിങ് ഡ്രസ്സായാലും എന്താളും പുള്ളിയാ. നിങ്ങളെ ഇടക്കിടക്ക് കണ്ടാവും. ഇന്നെയാണ് ഇപ്പം എല്ലാവരും കാണാത്തില്ലേ? ഇന്നത്തെ എന്തൊക്കെ വർത്താനം? സുഖം. ഒരാൾ സുഖാണെന്ന് വെച്ചാൽ സുഖാണെന്ന് അറിയില്ല. ഇവൾക്ക് ഒരു കണ്ടന്റും ഇല്ലാതെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് ഭയങ്കര ഇഷ്ടാട്ടോ. ബാക്കിലത് ജിറാഫ്. ജിറാഫിൻ്റെ അപ്പുറത്ത് സീബ്ര. അപ്പോൾ നമ്മളോട് ലവ് സ്റ്റോറി പറയുന്നതാണ്. ലവ് സ്റ്റോറി ഇന്നെ അറിയണവർക്കും ഇവിടെ അറിയണവർക്കും എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പുതിയ ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതിന് തന്നെ അടുത്തൊരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞുതരാം. കുറേ പറയാൻ കേട്ടോ. കുറേ എന്നല്ല, ഒരുപാട്. 5 കൊല്ലത്തിൽ എന്തൊക്കെ ഉണ്ടായി. ഒരു സിനിമ കാണാനുള്ളതുണ്ട്. ഇനി ഞാനൊരു ഇന്ത്യയിൽ ഫണ്ടില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനൊരു സിനിമ ഇറക്കുന്നു. ഒരുപാട് കോടികളൊക്കെ വേണ്ടേ. ಮತ್ತೆ ಇನ್ನೊಂದು ಕಟ್ಟಿಂಗ್ ಅನ್ಮಾ. സമയം 12:30. 12:30 കഴിയോ? 12:30 1 മണി. ഗൈസ് അപ്പോൾ ഇപ്പോൾ സമയം 12:30. നമ്മളിപ്പോൾ ഞാൻ ബൂസ്റ്റും അവർ ചായയും പിന്നെ ഒരു ബ്രെഡ് ഓംലേറ്റും. ഓ സുലൈമാന് അതുട്ടിയാണ്. അപ്പം ഗൈസ് ഇപ്പം 2 കാടമുട്ട തിന്നിട്ടുണ്ട്. ഭയങ്കര ചൂട്. ഉറങ്ങട്ടെ. തണുപ്പും ചൂടൊന്നും അറിയില്ല ഗൈസ്. ഒന്നൊന്നര
എങ്ങനെയാ മതി ഈ ചൂടിൽ ഇതിങ്ങനെ എടുക്കാൻ വെക്കുന്നത്? പെപ്പറാണ് കേട്ടോ, പെപ്പറാണ് കേട്ടോ. പെപ്പറൊന്നും വേണ്ട. ഇംഗ്ലീഷ് അറിയില്ലല്ലോ. ഓ ഇംഗ്ലീഷ് മാൻ, ഇതൊന്ന് പിച്ചി തരുമോ? സ്വന്തം കാര്യം ചിന്താവ. എന്താണ് ഈ ബ്രെഡൊന്നും എനിക്കൊരു പൊട്ട് വെച്ചായിരുന്നു. ചൂട് പിന്നെ വിഷയമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പോൾ ചെല്ലട്ടെ. അതെ ഗൈസ്, നല്ല തണുപ്പത്ത് നല്ല പോസ്റ്റ്. അതിൻ്റെ കുടിച്ചോ? ഞാൻ പറഞ്ഞതാണ് ജസ്റ്റ് തിന്നായിരിക്കും വേണ്ട. ഗൈസ് ഞാൻ തിന്നിട്ട് മെസ്സേജ് തന്നെ വീഡിയോ ബാക്കി എടുക്കാം. അപ്പം നമുക്ക് പുതിയൊരു വ്ലോഗായിട്ട് പിന്നീട് വരുന്നുണ്ട് ഗൈസ്. ബൈ ബൈ.